ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചാലക്കുടിയിൽ നിന്നും ചേരുന്നത്. ലെവിൻ, എന്തായാലും വലിയ തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. വലിയൊരു കൊള്ള, അതും പട്ടാപ്പകൽ. ഇതിലിപ്പോൾ പ്രതിയെക്കുറിച്ച് കൂടുതൽ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എത്രമാത്രം ഊർജിതമാണ്? പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമുണ്ട്? സ്വാതി, പ്രതിയെക്കുറിച്ച് പോലീസിന് കൃത്യമായ ധാരണ ലഭിച്ചിട്ടുണ്ട്. പ്രതി ആരാണെന്ന് കണ്ടെത്താൻ സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും ബാങ്കിൽ സ്ഥിരമായി എത്തി ബാങ്കിൽ പരിചയമുള്ള ഒരാൾ തന്നെയാണ് പ്രതി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചു. മാത്രമല്ല, ഇയാൾ ഇവിടെ നിന്ന് കവർച്ച നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട വാഹനത്തെക്കുറിച്ചും രക്ഷപ്പെട്ട ദിശയെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. ഇവിടെ തൃശ്ശൂർ റേഞ്ച് DIG S ഹരിശങ്കറും തൃശ്ശൂർ റൂറൽ SP B കൃഷ്ണകുമാറും അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ബാങ്കിലെത്തുകയും ഈ കവർച്ച നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ അന്വേഷണം ഈ കവർച്ച നടന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ തുടക്കമിടാൻ അന്വേഷണ സംഘത്തിന് പോലീസിന് സാധിച്ചു. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. കാരണം ഈ പ്രതി രക്ഷപ്പെട്ടത് ഈ ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കാണ്. പക്ഷേ ആ റൂട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അന്വേഷണ സംഘം തെളിവുകളായി ശേഖരിച്ചിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. രണ്ട് തരത്തിൽ ഈ പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യതകളാണുള്ളത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ തൃശ്ശൂർ നഗരത്തിലും സമീപ ജില്ലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്താനുള്ള പ്രതി എത്തപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഇവിടെ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം വേഷമടക്കം മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറാനുള്ളൊരു സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. പക്ഷേ ഇതിനു വേണ്ടിയുള്ളൊരു സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിയെ ട്രാക്കിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. തമിഴ്നാടടക്കം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ തൃശ്ശൂരിൽ നിന്നും ഒട്ടേറെ വഴികളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ റേഞ്ച് DIGയുടെയും നേതൃത്വത്തിൽ തൃശ്ശൂർ റൂറൽ SPയെ ചുമതലക്കാരനാക്കി കൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. പ്രധാനമായും ഈ പ്രതിയെ വേഗത്തിൽ പിടികൂടാനാകുമെന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെച്ച വിവരം. മറ്റ് പ്രധാന കാര്യങ്ങൾ, ഈ ബാങ്കിൽ വന്നതുകൊണ്ട് ഈ ബാങ്കിനെ മുൻപരിചയമുള്ള ആളുകൾ തന്നെയാണ് പ്രതിയെന്ന് സംശയിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളമല്ല പ്രതി സംസാരിച്ചത്, ഹിന്ദിയാണ്. പക്ഷേ ഈ അന്വേഷണത്തെ മിസ്ലീഡ് ചെയ്യാൻ തരക്കത്തിൽ അല്ലെങ്കിൽ അത് കരുതിക്കൂട്ടിക്കൊണ്ട് ഹിന്ദി സംസാരിച്ചതാകാമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. ഏതായാലും കൃത്യമായൊരു അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പോലീസിന് പ്രതിയെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ പോയ ദിശയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിയെ വേഗത്തിൽ തന്നെ ട്രാപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള മികച്ച ആത്മവിശ്വാസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും തൃശ്ശൂർ റേഞ്ച് DIG അടക്കമുള്ള ഉദ്യോഗസ്ഥരും നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. സ്വാതി. ശരി ലെവിൻ, എന്തായാലും എത്രയും വേഗം തന്നെ പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.